ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിപ്പോൾ ഇരിഞ്ഞാലക്കുടയ്ക്ക് പോണ വഴിയാണ്. അപ്പോൾ മാളയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് പോണ വഴിയിൽ നമ്മുടെ കടുപ്പൂക്കുര പള്ളിയിലോട്ട് പോണ ഒരു വഴിയുണ്ട്. ആ റൂട്ടിൽ തന്നെയാണ് കടുപ്പൂക്കുര പള്ളിക്ക് പോണ ഒരു വഴി. അത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമുക്കെന്താ പറയുക, ആൾക്കാർക്കൊക്കെ വന്ന് വൈകിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് മഴയും കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ മഴക്കാലം അല്ലാത്ത സമയത്താണെങ്കിൽ ആൾക്കാർക്ക് വന്നിട്ട് വൈകിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്ന ചെറിയൊരു സ്പോട്ടാണ്. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ചെറുതായിട്ട് വാക്കിങ്ങിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെയാണ്. രണ്ട് സൈഡിലും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതേപോലെ നടുവിൽ സെൻറ്ററിലൊരു ചെറിയ റോഡുണ്ട്. ആ റോഡ് പോകുന്ന കടുപ്പൂക്കുര പള്ളിയിലോട്ടാണ്. അപ്പോൾ എല്ലാവരും മാള പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ ഈ വഴി പാസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇറങ്ങാൻ കാണാം, ഒന്ന് എൻജോയ് ചെയ്യാം കേട്ടോ. ഇത് ശരിക്കും എന്താ പറയുക, നമുക്ക് ഈവനിങ്സൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. ഇവിടെ അധികം ഒന്നും അങ്ങനെയൊക്കെ ആൾക്കാർ വരാറൊന്നുമില്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ വഴിയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, കാരണം അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ വന്നിരിക്കാനുള്ള സൗകര്യങ്ങളുടെ കുറവുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ അധികം ആൾക്കാരൊന്നും അങ്ങനെ കാണാറില്ല. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് നമ്മുടെ ഫോണിൽ പറ്റാവുന്ന ക്ലാരിറ്റിയിൽ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ. ഇതാണ് വഴി ഞാൻ പറഞ്ഞത്. നമുക്ക് വാക്കിങ്ങിനൊക്കെ പറ്റുന്ന ഒരു വഴിയാണ്. സെൻറ്ററിൽ കൂടെ വന്നിട്ട് പിന്നെ രണ്ട് സൈഡും അതേപോലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കണ ചെറിയൊരു വഞ്ചിയിൽ പോയിട്ട് ആൾക്കാർ മീൻപിടുത്തൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് നല്ലോണം വെള്ളം കൂടിയിട്ടുണ്ട്. അവിടെ ഞാൻ വരുന്ന വഴിയിൽ ആ സൈഡിൽ റോഡ് സൈഡിൽ ഒരു ചേട്ടൻ നിന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. ആമ്പൽക്കുളമൊക്കെ ഉണ്ട്, ആമ്പലൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞാൻ കുറച്ചങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല, കാരണം വണ്ടിയുടെയാണ്, ചെറുതായിട്ട് ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാവും. പിന്നെ ചെറിയ ഫോണാണ്, ക്യാമറ അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും തോന്നുന്നുണ്ട് ഒരു എങ്ങനെയാണ്. അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ഒഴുകി നീങ്ങണ്ട് ചാല്. ഇവിടെ ഒരു പാലൊക്കെ വരുന്നുണ്ട്. ഇവിടെ അപ്പുറത്തേക്ക് ആ സൈഡിലേക്ക് കിടക്കാൻ പറ്റുമായിരുന്നു തോന്നണം. ആദ്യം അവിടെ ഉള്ളിലൊരു പാലുണ്ട് ചെറുത്, പക്ഷെ അവിടെയൊക്കെ വെള്ളം മൂടിപ്പോയൊക്കെയാണ്. അല്ലെങ്കിൽ വെള്ളമില്ലാത്ത സമയത്തൊക്കെ വരികയാണെങ്കിൽ അവിടെയൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ചെയ്യാറുണ്ട് പിള്ളേരൊക്കെ. ചില പിള്ളേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാറുണ്ട്, കാരണം കുറച്ചുകൂടി ഭംഗിയാണ് ഒന്നും കൂടി വെള്ളം ഇരുന്ന് കഴിയുമ്പോൾ. വെള്ളം ശരിക്കും കൂടുതലാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അധികം സ്ഥലമില്ല. അങ്ങോട്ട് പോകുന്തോറും ഈ റൂട്ട് കഴിഞ്ഞു. ഞാനീ കാണിച്ച സ്ഥലം ഇപ്പോൾ ഈ വഴി പാസ് ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അറിയുന്ന സ്ഥലമായിരിക്കും. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ആളുകൾ വൈകിട്ട് അധികം നടക്കാൻ വരുന്നൊരു കാര്യങ്ങളോ അതിനുള്ള ചിലപ്പോൾ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ നടക്കാനൊക്കെ പോകുന്നതും അങ്ങനെ അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിന് പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.